ഗായ്സ്, ഇതാണ് നമ്മുടെ കൂന്തൾ. ചില സ്ഥലങ്ങളിലൊക്കെ കണവാന്ന് പറയും. നമ്മളിവിടെ കൂന്തൽ എന്നാണ് അധികം പേരും പറയണത്. ഇതാ അപ്പോൾ ഇത് ഞാൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴേ ഉമ്മ ഇതിന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കൂട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഓടുന്ന കേട്ടോ, വലിയ കൂന്തളാണ് ഇപ്പോൾ ഓടുന്നത്. ബോട്ടിലാണ് പണിപ്പാക്ക്. അപ്പോൾ അതാ ഇത് ഞാൻ നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിറയ്ക്കണ എന്താണെന്ന് വെച്ചാൽ പച്ചരി അല്ല, സോറി പൊടിയേരിയും പിന്നെ അതുപോലെ ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും ഇതൊക്കെ കൂടി തിരുമ്മിയിട്ടാണ് നമ്മൾ ഇത് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് തിന്നാൻ. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മൾ വേവിച്ചെടുക്കും ഇഡ്ഡലി പാത്രത്തിൽ ആദ്യം. എന്നിട്ട് വേവിച്ചിട്ട് അങ്ങനെ കഴിക്കണവരും ഉണ്ട്. അങ്ങനെ എൻ്റെ ഉമ്മാക്കൊക്കെ അങ്ങനെ ഇഷ്ടം, വേവിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇതാ പിന്നെ നമ്മൾ ഈർക്കിളി ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലരത് എന്താ പറയുക, നൂലിൽ തുന്നി കൊടുക്കാനാണ് മതി. ഞാനത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് ഇതുണ്ടാക്കാൻ. അപ്പോൾ ഞാനെന്ത് ചെയ്തത്, സ്റ്റീം ചെയ്തിട്ട് മസാലപ്പൊടി കുറച്ച് എണ്ണയിൽ വഴറ്റിച്ചിട്ട് ലാസ്റ്റ് അത് ഇട്ടുകൊടുത്ത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും, കാരണം എരിവ് അതിൽ ചെല്ലല്ലോ കടിക്കുമ്പോൾ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റീം ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ കൂന്തൾ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിട്ടോ. ചിലരിതിൽ മസാല ആണ് കേട്ടോ നിറയ്ക്കുക. ഇതിലിപ്പോൾ ഞാൻ പൊടിയേരിയാണ് നിറച്ചിരുന്നത്. അപ്പോൾ മോൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ.